إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم عباد الله أولا بتقوى الله സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരം ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യനെ ഭൂമിയിൽ സ്വസ്ഥമായി ജീവിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല രാവും പകലും സൂര്യനും ചന്ദ്രനും ചൂടും തണുപ്പുമെല്ലാം അവൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്തുണ്ട്, അവൻ്റെ കാരുണ്യമുണ്ട്, അവൻ്റെ അനുഗ്രഹമുണ്ട്, അവൻ്റെ ഔദാര്യമുണ്ട്, അവൻ്റെ ദൃഷ്ടാന്തമുണ്ട്. വിശുദ്ധ ഖുർആൻ 10-ാം അധ്യായം സൂറത്തു യൂനിസിലെ 6-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്ന ഫി ഇഖ്തിലാഫിൽ ലൈലി വന്നഹാർ വമാ ഖലഖല്ലാഹു ഫിസ് സമാവാതി വൽ അർദ് ലആയാതിൻ ലിഖൗമിൻ യത്തഖൂൻ. രാപ്പകലുകൾ മാറി വരുന്നതിലും ആകാശങ്ങളിലും ഭൂമിയിലുള്ള മുഴുവനും സൃഷ്ടിച്ചതിലും ലആയാതിൻ ലിഖൗമിൻ യത്തഖൂൻ, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല. രാവും പകലും മാറി മാറി വരുന്ന ആ ഒരു പ്രതിഭാസത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക്, തഖ്വയുള്ള ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സൃഷ്ടികളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത കാരുണ്യമാണ് രാവും പകലും മാറി മാറി വരുന്നതും രാത്രിയും പകലും എന്ന പ്രതിഭാസം മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതും അവൻ്റെ ജീവിതത്തിൽ ചൂടും തണുപ്പും അതേപോലെ തന്നെയുള്ള എല്ലാ ദുനിയവിയായ സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ 24-ാം അധ്യായം സൂറത്തു നൂറിലെ 44-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല രാവും പകലും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന ഫീ ദാലിക ലഇബറതൻ ലിഉലിൽ അബ്സാർ. അതിൽ കണ്ണുള്ളവന് ഒരു ചിന്താ വിഷയമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ഈ പ്രതിഭാസത്തിലൊക്കെ ചിന്താ വിഷയമുണ്ട് എന്നും അതേപോലെ തന്നെ ദൃഷ്ടാന്തമുണ്ട് എന്നൊക്കെ റബ്ബ് പഠിപ്പിച്ചു തരുമ്പോൾ അതിൽ ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട ഒരു വിഷയത്തിലേക്കാണ്, അതല്ലെങ്കിൽ അത്തരം ഒരു കാലാവസ്ഥയിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. വേനലിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിച്ചു കഴിഞ്ഞു. ഈ സമയങ്ങളിൽ ഒരുപാട് ആളുകൾ വേനലിൻ്റെ ആവലാതി പറയുന്നവരെ നമുക്ക് കാണാൻ കഴിയും. കടുത്ത ചൂടാണ്, വല്ലാത്ത ചൂടനുഭവപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് ആവലാതി പറയുന്ന, പ്രയാസം നേരിടുന്ന, പങ്കുവെക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പ്രിയമുള്ളവരെ, ചൂട് കൂടുമ്പോൾ ചില മരങ്ങൾ അത് ഫലസമ്പന്നമാകുന്നുണ്ട്, ഫലങ്ങൾ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് നല്ല നല്ല ഖൈറാത്തുകൾ വേനലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. വന്നഖല ബാസിഖാതിൻ ലഹാ തുൽഉൻ നദീദ് റിസ്ഖൻ ലിൽ ഇബാദ് വഅഹ്യൈനാ ബിഹി ബൽദതൻ മൈതൻ
കദാലിക്കൽ ഖുറൂജ് 50-ാം അധ്യായം സൂറത്തു ഖാഫിലെ 10-11 വചനം. പ്രിയമുള്ളവരെ, ഈത്തപ്പഴം അത് കഴിക്കാത്തവരായി ആരുമില്ല. ഒരുപക്ഷെ ദൈനംദിന ജീവിതത്തിൽ ഒരുപക്ഷെ കഴിക്കുന്നവരായിരിക്കാം നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകളും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അല്ലാഹു നിശ്ചയിച്ച കാലാവസ്ഥ എന്ന് പറയുന്നത് വേനൽക്കാലത്താണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ചൂട് എത്ര കൊണ്ട് കൂടുന്നുവോ അതിനനുസരിച്ച് അതിലുള്ള ഉൽപാദനം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. എന്തിനു വേണ്ടി? റിസ്ഖൽ ലിൽ ഇബാദ്, അടിമകളുടെ ഉപജീവനത്തിന് വേണ്ടി. വഹ്യൈനാ ബിഹി ബൽദതൻ മൈത, അങ്ങനെ നിർജീവമായ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവനുള്ളതാക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ, കേവലം വേനലവധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, വേനൽക്കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആവലാതിപ്പെടുന്നതിനു പകരം ഒരുപാട് ഖൈറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവ് കൂടി പ്രിയമുള്ളവരെ ഈ സാഹചര്യത്തിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ വേനൽക്കാലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് പരലോകത്തെയും നരകത്തിലെയും ചൂടിനെ കുറിച്ചാണ് അവൻ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. 149 മില്യൺ കിലോമീറ്റർ ദൂരത്താണ് ഇന്ന് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ ചൂട് നമുക്ക് സഹിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഈ സൂര്യൻ നമ്മോടടുത്തെത്തുന്ന ഒരു ദിവസമുണ്ട്. തുദ്നാ അശ്ശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖി ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീലിൻ. അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സൃഷ്ടികളിൽ നിന്നും 1 മൈൽ ദൂരത്തെത്തുവോളം സൂര്യൻ അടുത്തേക്ക് വരുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അടുത്തെത്തി നിൽക്കുന്ന ഒരു സാഹചര്യം നാളെ മഹ്ശറിൽ വരാനുണ്ട് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സൂര്യൻ നിലനിൽക്കുന്ന ആ ഒരൊറ്റ പോയിന്റിൽ നിന്ന് ഒരൽപ്പം താഴോട്ട് വരികയാണ് എങ്കിൽ സ്വസ്ഥമായ ഒരു ജീവിതം നമുക്കിവിടെ സാധ്യമല്ല. ഒരൽപ്പം മുകളിലോട്ട് നീങ്ങുകയാണ് എങ്കിൽ സ്വസ്ഥമായ ഒരു ജീവിതം നമുക്കിവിടെ സാധ്യമല്ല. അത് കൃത്യമായി അതിൻ്റെ കണക്കനുസരിച്ച് അത് നിൽക്കേണ്ട സ്ഥാനത്ത്, അത് സഞ്ചരിക്കേണ്ട പ്രവണപഥത്തിലൂടെ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെ റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്നനുഭവിക്കുന്ന ചൂടെന്ന് പറയുന്നത്, ഈ വേനൽക്കാലത്തെ പ്രയാസമെന്ന് പറയുന്നത് അത് കേവലം നരകത്തിൻ്റെ ഒരു നിശ്വാസം മാത്രമാണ്. فأذن لها بنفسين نفس في الشتاء ونفس في الصيف. അതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, നരകത്തിന് 2 നിശ്വാസമുണ്ട്. ഒന്ന് ഉഷ്ണകാലത്തേതാണ്, മറ്റൊന്ന് ശൈത്യകാലത്തേതാണ്. ഉഷ്ണകാലത്തും നമ്മൾ അനുഭവിക്കുന്ന ശക്തമായ ചൂട് അത് നരകത്തിൻ്റെ നിശ്വാസമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചൂട് പോലും നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പ്രിയമുള്ളവരെ, നാളെ പാരത്രിക ലോകത്ത് സൂര്യൻ അടുത്തു നിൽക്കുന്ന സാഹചര്യം എന്തായിരിക്കും? അതിനപ്പുറം നരകത്തിലെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ചൂടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ചൂട് പറഞ്ഞുകൊണ്ട് അതിനെ ശകാരിക്കുന്ന, അതിന് പഴി പറയുന്ന, ആ ചൂടിനെ പിന്നെ ശപിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എന്തൊരു ചൂടാണിത്, ഒടുക്കത്തെ ചൂടാണിത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരം പദപ്രയോഗങ്ങൾ നടത്തുന്ന ആളുകളെ കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മളങ്ങനെ ശപിക്കാൻ പാടില്ല. ഒരു വിശ്വാസിക്കത് ഭൂഷണമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു, ലാ തസുബ്ബുദ്ദഹർ ഫഇന്നല്ലാഹ ഹുവദ്ദഹർ. അല്ലാഹു പറയുകയാണ്, ലാ തസുബ്ബുദ്ദഹർ, നിങ്ങൾ കാലത്തെ പഠിക്കരുത്, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്. ഫഇന്നല്ലാഹ ഹുവദ്ദഹർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കാലം. നിങ്ങൾ ഒടുക്കത്തെ ചൂടെന്ന് പറയുമ്പോൾ, അതേപോലെ തന്നെ നാശം പിടിച്ച ചൂട് എന്ന പദപ്രയോഗം നടത്തുമ്പോൾ റബ്ബിനെയാണ് പഠിക്കുന്നത്, അള്ളാഹുവിനെയാണ് അവൻ ശപിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത്തരം പദപ്രയോഗങ്ങൾ നടത്തല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് ശക്തമായ വേനലിനെ അതിജയിക്കാനുള്ള സംവിധാനങ്ങൾ ഏറെയാണ്. സുഖസൗകര്യങ്ങളുള്ള ഫ്ലാറ്റിൽ നിന്ന് സുഖസൗകര്യങ്ങളുള്ള വാഹനത്തിലേക്ക് നമ്മൾ കയറുന്നു. സുഖസൗകര്യങ്ങളുള്ള വാഹനത്തിൽ നിന്ന് നമ്മുടെ ഓഫീസിലേക്ക് നമ്മൾ പോകുന്നു. സുഖസൗകര്യങ്ങളുള്ള മസ്ജിദിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇങ്ങനെ അതിനിടയിലുള്ള കേവലം നമ്മൾ അനുഭവിക്കുന്ന ചൂടേ ഇന്ന് ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ നാട്ടിൽ നമ്മളൊക്കെ അനുഭവിക്കുന്നുള്ളൂ, നമ്മളൊക്കെ കൊള്ളുന്നുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളെല്ലാം സുഖസൗകര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിട്ടിയ അനുഗ്രഹത്തിന് റബ്ബിനോട് നന്ദി കാണിക്കാൻ, അള്ളാഹുവിന് ശുക്ർ പറയാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മുൻഗാമികൾ
ജീവിച്ചത് ഇതേ ഭൂമിയിലാണ്, ഇതേ കത്തിജ്വലിക്കുന്ന സൂര്യന് കീഴിലാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അവർക്ക് ശീതീകരിച്ച വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല, അവർക്ക് AC റൂമുകൾ ഉണ്ടായിരുന്നില്ല, അതേപോലെ തന്നെ അവർക്ക് നടക്കാൻ ഒരുപക്ഷെ ചെരുപ്പ് പോലും ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. നഗ്നപാതരായിട്ടായിരുന്നു അവർ നടന്നിരുന്നത്. മരങ്ങളായിരുന്നു അവർ തണലേകിയിരുന്നത്. അങ്ങനെ ജീവിച്ചിരുന്ന ഒരു തലമുറ മുൻഗാമികൾക്കിടയിൽ ഉണ്ടായിരുന്നു, കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. എന്നിട്ടും അവരാരും അള്ളാഹുവിൻ്റെ വിധിയിൽ നിന്ന് അതൃപ്തി പ്രകടിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. സന്തോഷപൂർവ്വം അവർ ജീവിച്ചിട്ടുണ്ട്. കഠിനാധ്വാനികളായിട്ട് അവർ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവരവരുടെ കർമ്മങ്ങൾ അവർ പൂർത്തീകരിച്ചിട്ടുണ്ട്. സൃഷ്ടാവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദി കാണിച്ചിട്ടുണ്ട്. പ്രയാസങ്ങൾ നേരിടുമ്പോൾ അതിൽ ക്ഷമിച്ചുകൊണ്ട് അതിജീവിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ ഇബാദത്തുകളിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ നന്ദി കാണിച്ചുകൊണ്ട് അവരവരുടെ വേനൽക്കാലത്തും തൻ്റെ ജീവിതത്തിൽ തണുപ്പേകാൻ വേണ്ടി അവർ പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശക്തമായ വേനലിലും തണുപ്പ് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ചൂട് അത് കഠിനമാകുമ്പോൾ നിങ്ങൾ നമസ്കാരം കൊണ്ട് തണുപ്പിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇബാദത്തുകൾ കൊണ്ട് ഈ വേനലിനെ തണുപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കഴിയുന്നവർ, ആരോഗ്യം അനുവദിക്കുന്നവർ നോമ്പെടുത്തുകൊണ്ട് ഈ വേനലിനെ തണുപ്പിക്കാൻ കഴിയേണ്ടതുണ്ട്. ദാഹിക്കുന്നവന് വെള്ളം കൊടുത്തുകൊണ്ട്, പാവപ്പെട്ടവന് സഹായങ്ങൾ നൽകിക്കൊണ്ട്, എല്ലാവിധ നന്മകളിലും മുൻപന്തിയിലെത്തി നിന്നുകൊണ്ട് ഈ വേനലിനെ തണുപ്പിക്കാൻ, ഇബാദത്തുകൾ കൊണ്ട് തണുപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും വേനലവധിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് മക്കളെല്ലാവരും അവരുടെ വേനലവധി ഇന്നത്തോടുകൂടി ആരംഭിച്ചു കഴിഞ്ഞു. മുതിർന്ന പല ആളുകളും അവധിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പ്രിയമുള്ളവരെ, ഇനി നമ്മുടെ മുമ്പിലുള്ള സമയമെന്ന് പറയുന്നത് ഒരുപാട് ഒഴിവ് സമയമാണ്. ജോലിയിൽ നിന്ന് ലീവ് എടുക്കുന്ന ആളുകൾക്ക്, വിദ്യാർത്ഥികൾക്ക് അവരുടെ മുമ്പിൽ ഒരുപാട് ഒഴിവ് സമയങ്ങൾ എത്തി നിൽക്കുകയാണ്. അതേപോലെ തന്നെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് തന്നെ സമയത്തിൽ ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ട് പല നിർദ്ദേശങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഒഴിവ് സമയങ്ങൾ അതിലൂടെ നമുക്ക് രൂപപ്പെടുന്നുണ്ട്, നമുക്ക് കിട്ടുന്നുണ്ട്. ആ സമയങ്ങളിലൊക്കെ ആ ഒഴിവ് സമയത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സഹ്ഹതു വൽ ഫറാഹ്. നിഅമതാനി, രണ്ട് അനുഗ്രഹങ്ങൾ, മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്, ജനങ്ങളിൽ അധികം ആളുകളും അതിനെ തൊട്ട് അശ്രദ്ധരാണ്. അസ്സഹ്ഹതു വൽ ഫറാഹ്, ഒഴിവ് സമയവും ആരോഗ്യവുമാണത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വീണ് കിട്ടുന്ന ഓരോ സമയങ്ങളും അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരു കുട്ടികൾക്ക് വിലപിടിപ്പുള്ള കളിക്കോപ്പുകൾ നമ്മൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. അത് എത്ര വാങ്ങിക്കൊടുത്താലും ശരി, ഏകദേശം ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും കുട്ടികൾ അത് നശിപ്പിച്ചിരിക്കും. കാരണം അവർക്കതിൻ്റെ ഗൗരവം അറിയില്ല. അതിനെത്ര വിലയുണ്ട് എന്നും അതിന് മൂല്യമുണ്ട് എന്നും അവർക്കറിയില്ല. അവരുടെ പ്രായം അതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന സമയത്തിൻ്റെ വില അറിഞ്ഞവരാണ് നമ്മൾ, മനസ്സിലാക്കിയവരാണ് നമ്മൾ. കുട്ടികൾ അത് ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കളിക്കോപ്പുകൾ നശിപ്പിക്കുന്നത് പോലെ അലസമായിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലിരുന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ട്, അതേപോലെ തന്നെ ഉപകാരമില്ലാത്ത പലതും കണ്ട് ആസ്വദിച്ച് രസിച്ച് നമ്മുടെ സമയം നമ്മൾ നശിപ്പിക്കരുത്. അതിനെ കൊന്നു തീർക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകരുത്. അതുകൊണ്ട് വേനലവധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, പകൽ സമയങ്ങളിൽ ഒരുപാട് സമയങ്ങൾ നമ്മുടെ മുമ്പിൽ കിട്ടുമ്പോൾ നമ്മൾ തീരുമാനമെടുക്കണം. പുതിയ ഒരു അറിവെങ്കിലും ഇക്കാലഘട്ടത്തിൽ, ഈ ഒരു കാലാവസ്ഥയിൽ, വേനൽക്കാലത്ത് ഞാൻ നേടിയിരിക്കുമെന്നുള്ള ആ ഒരു പ്രതിജ്ഞ എടുക്കാൻ കഴിയണം. ഒരു പുസ്തകമെങ്കിലും ഞാൻ വായിച്ചിരിക്കുമെന്നുള്ള തീരുമാനമെടുക്കാൻ കഴിയണം. ഒരു നന്മയെങ്കിലും പുതുതായി എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവന്നിരിക്കും. എൻ്റെ കുടുംബത്തോടൊപ്പം എൻ്റെ സമയം ഞാൻ ചിലവഴിക്കും. എൻ്റെ മക്കളുമായി, എൻ്റെ മാതാപിതാക്കളുമായി നല്ലൊരു സമയം ഞാൻ അവർക്ക് വേണ്ടി കൊടുക്കുമെന്ന്
തീരുമാനിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇൻ്റർനെറ്റിൽ ഇരുന്നു കൊണ്ട്, സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട്, മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ സമയത്തെ ഞാൻ നശിപ്പിക്കുകയില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മക്കൾ വേനലവധിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ സൂചിപ്പിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് തിരക്കുകളെമ്പാടുമുണ്ട്. ഒരുപക്ഷേ നമുക്ക് ജോലി ഉണ്ടായെന്ന് വരാം, മറ്റു പല തിരക്കുകളുണ്ടായെന്ന് വരാം. ആ സമയങ്ങളിലൊക്കെ നമ്മുടെ മക്കൾ നമ്മുടെ വീടുകളിൽ ഒറ്റക്കാണ്. അത്തരം സന്ദർഭങ്ങളിൽ അവർ നന്മയുടെ തീരത്ത് നിന്ന് ഹറാമിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്നുപതിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഗാഡ്ജറ്റ്സുകളിലൂടെ ഉണ്ടാകരുത് എന്നുള്ള തീരുമാനമെടുക്കാൻ കഴിയണം. അതിനെന്തു വേണം? ഉപ്പയുടെ കണ്ണ് ഇല്ലെങ്കിലും, ഉമ്മയുടെ ശ്രദ്ധ നിനക്കില്ലെങ്കിലും, നിന്നെ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ട് മോനെ എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മക്കൾക്ക് കൈമാറാൻ കഴിയണം. ലുക്മാനുൽ ഹക്കീം തൻ്റെ മകന് കൊടുത്തതുപോലെ, യാ ബുനയ്യ ഇന്നഹാ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സുഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 16-ാമത്തെ വചനമാണ്. യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ ചേർത്തു പിടിച്ചുകൊണ്ട് ലുഖ്മാനുൽ ഹക്കീം തൻ്റെ മകന് കൊടുക്കുകയാണ്. ഇന്നഹാ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു കടുകുമണി അത്ര പോന്ന ഒരു കാര്യം നീ ചെയ്യുകയാണ് എങ്കിൽ ഫതകുൻ ഫീ സുഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള്, അതൊരു പാറക്കുള്ളിലോ ആകാശത്തോ ഭൂമിയിലോ എവിടെയാണെങ്കിലും ശരി, യഅതി ബിഹല്ലാഹ്, അല്ലാഹ് അത് കൊണ്ടുവരും. ഒരു കടുകുമണിയുടെ അത്ര ഒരു നന്മയാണോ തിന്മയാണോ നിന്റെ ജീവിതത്തിലുള്ളത്, അത് എവിടെ തന്നെയാണെങ്കിലും അല്ലാഹ് പുറത്തേക്ക് കൊണ്ടുവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് കൃത്യമായി ചോദ്യം ചെയ്യുമെന്ന ആ ഒരു ഉപദേശം ഉപ്പ കാണാനില്ലെങ്കിലും ഉമ്മ കാണാനില്ലെങ്കിലും നിനക്ക് വെക്കുന്ന നിർദ്ദേശങ്ങൾ നീ ലംഘിക്കുന്നതിലൂടെ റബ്ബ് നിന്നെ കാണുന്നുണ്ട് എന്ന റബ്ബിനെ കുറിച്ചുള്ള ബോധ്യം, ആ ഒരു ധാരണ മക്കൾക്ക് ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഒരുപാട് ഖൈറുകൾ ലഭിക്കുന്ന ഈ വേനൽക്കാലത്തും അള്ളാഹുവിലേക്ക് അടുക്കാൻ, ഇബാദത്തുകളുമായി മുന്നോട്ട് പോകാൻ, കുടുംബത്തെ സജ്ജമാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അള്ളാഹുവേ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹ്. റഹ്മാനായ അള്ളാഹുവേ, ഒരുപാട് ആളുകൾ രോഗികളായി ഹോസ്പിറ്റലുകളും വീടുകളിലും പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവേ, നീ അവരുടെ രോഗങ്ങൾ നീ പൂർണ്ണമായും ശിഫ നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹ്. റഹ്മാനായ അള്ളാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണമേ അള്ളാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا وأجر والدنا من النار. اللهم اجعل دولة الإمارات آمنا مطمئنا وسائر بلاد المسلمين. اللهم وفق رئيس الدولة ونوابه وحكام الإمارات لما تحبه وترضاه. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى جارك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله، اذكروا الله العظيم يذكركم واشكروه على نعمه يزدكم وأقم الصلاة.